അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പ്രധാനപ്പെട്ട 10 ദിവസങ്ങളാണ് നമ്മളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അഥവാ ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിവസം. ഖുർആനിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, വൽ ഫജ്ർ വലയാലിൻ അശ്ർ. 10 ദിവസങ്ങൾ, 10 രാത്രികൾ, അതിന് വളരെയധികം മഹത്വമുണ്ട്, പ്രത്യേകതയുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഈ 10 ദിവസങ്ങളാണ്. മഹാന്മാർ ഒരുപാട് പറയുന്നുണ്ട് ആ 10 ദിവസങ്ങൾ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന്. നമ്മുടെ വിഷയം അറഫ നോമ്പും അറഫ ദിവസവുമാണ്. അറഫ നോമ്പ്, അതിന്റെ പ്രത്യേകത എന്ത്, എന്നാണ് അറഫ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്? ഇൻഷാ അല്ലാഹ് ആ 2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമുക്ക് നിർത്താം. അറഫ നോമ്പ് അനുഷ്ഠിക്കേണ്ട ദിവസം എല്ലാവർക്കും അറിയുന്നത് പോലെ ദുൽഹിജ്ജ 9, അഥവാ നമ്മുടെയൊക്കെ കേരളത്തിൽ പെരുന്നാൾ വരുന്നത് വ്യാഴാഴ്ചയാണ്. 28-ാം തീയതി വ്യാഴാഴ്ച പെരുന്നാൾ വരുമ്പോൾ 27-ന് ബുധനാഴ്ച പകൽ നമ്മളെല്ലാവരും നോമ്പുകാരാവണം. എന്നാൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്, പ്രതിഫലമുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ അറഫ ദിവസം നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അയാളുടെ കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളും അതുപോലെ തന്നെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാന്മാർ, ചില പണ്ഡിതന്മാർ ഇതിന് വ്യാഖ്യാനം പറയുന്നുണ്ട്. ഒരാൾ ആ നോമ്പ് അനുഷ്ഠിച്ചാൽ അടുത്ത അറഫ നോമ്പ് വരെ അയാൾക്ക് ദീർഘായുസ് ലഭിക്കുമെന്ന്. കാരണം വരാനുള്ള ഒരു വർഷത്തെ പാപങ്ങൾ അയാൾക്ക് പുറത്തു കൊടുക്കുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് ഒരു വർഷത്തെ ആയുസ് കൊടുക്കുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ ഈ ഒരു വിഷയത്തിൽ പഠനം നടത്തിയത് കാണാൻ സാധിക്കും. ഏതായാലും അറഫ നോമ്പിനെ നമ്മളെല്ലാവരും അനുഷ്ഠിക്കണം. അത് ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കുന്ന, വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളും പൊറുക്കുന്ന ഒരു നോമ്പാണ്. അതുകൊണ്ട് തന്നെ ആ അറഫ ദിവസത്തെ നോമ്പിനെ എല്ലാവരും അനുഷ്ഠിക്കണം. വളരെയധികം പ്രാധാന്യമുള്ള, പുണ്യമുള്ള നോമ്പാണ്. അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും റമദാൻ മാസത്തിലെ വലിയ നോമ്പും ഖളാ വീട്ടാനുണ്ടെങ്കിൽ അതുകൂടി അതിന്റെ കൂടെ കരുതാവുന്നതാണ്. അറഫ ദിവസത്തെ നോമ്പിനെ ഞാൻ അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റുവീട്ടുന്നു എന്ന് മലയാളത്തിൽ നിയ്യത്ത് വെച്ചാലും നിയ്യത്ത് ശരിയാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം എല്ലാവരും വളരെ ശ്രദ്ധയോടെ ബോധപൂർവം നോമ്പനുഷ്ഠിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആ നോമ്പ് അനുഷ്ഠിക്കാനുള്ള വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.